ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ബിനീഷ ഇവിടെ ഒരു ഓണ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ ഗായ്സ്. ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡിയായി കഴിഞ്ഞ് ബിനീഷിൻ്റെ റെഡിയാണ്. ഓണ സെലിബ്രേഷൻ ഉണ്ട്. ഞാൻ പോകുന്ന ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഓണ സെലിബ്രേഷനാണ് ഇന്നിപ്പോൾ അങ്ങോട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ചെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കാരണം ഇങ്ങനെ ഗ്രൂപ്പൊന്നും ആഡായിട്ടില്ല എൻ്റെ. പക്ഷേ അതുകൊണ്ട് സെലിബ്രേഷന് ചേച്ചീനെ സെപ്പറേറ്റ് വിളിച്ചേക്കണേണ്. അവിടുത്തെ പിള്ളേരുണ്ട് ട്രെയിനർമാർ, അവർ ചേച്ചിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിനീഷിനെ വിളിച്ചു. വിനീഷ് അത് കേട്ടപ്പോൾ തൊട്ട് തുള്ളിച്ചാടി നിൽക്കണേ. ആഹാ സെറ്റ് മുണ്ടോ നല്ല കുഴപ്പമില്ല, നല്ല സ്റ്റൈലായിട്ട് ചീപ്പൊക്കെ താഴെ കിടന്നിട്ട് ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെയാണ്. ഈ സാധനം കറക്റ്റ് മൂലക്ക് വന്നം ഈ സംഭവം ഇത് പിന്നെ അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് എന്നെ ഉടുപ്പിച്ചത് കൊച്ചായിരുന്നു. അപ്പൊ കൊച്ചി അറിയാമല്ലോ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ പുള്ളിക്കാരി കറക്റ്റ് എല്ലാ കാര്യം സാരി ആയാലും സെറ്റ് മുണ്ടായാലും എല്ലാം നല്ല രീതിയിൽ ഉടുപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും അറിയാം. നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇത് എനിക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് തന്നെ ഉടുക്കണോ വേണ്ട, ഉടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇത് കൊച്ച് എടുത്ത് വെച്ചേച്ചതാണ്, ഫ്ലീറ്റ് എടുത്ത് വെച്ചേച്ചതാണ്. ഞാൻ അങ്ങനെ തന്നെ വെച്ചേച്ചു. ഓണത്തിന് ഉടുക്കാനാന്ന് വിചാരിച്ചു. ഇന്ന് ഉടുത്തപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഓണത്തിന് ഞാൻ ഉടുക്കണില്ലത്. എനിക്ക് പറ്റണില്ല. ഈ സാധനം കളിക്കുന്നത് ഞാൻ ഉടുത്തത് കേട്ടാ. പിന്നെ നെയ്ച്ചായി ഇവിടെ റെഡിയായിട്ടുണ്ട്. നെയ്ച്ചായി ഞാൻ കാണിച്ചു തരാം. ഫുൾ സെറ്റപ്പിൽ കണ്ടല്ലോ. മുണ്ടാണ് പോലെ അപ്പൊ ഞാൻ ഫോണ് ചാരി വെച്ചിട്ടായിരുന്നു ഞാൻ എടുത്തോണ്ട്. അപ്പൊ കൊച്ചു കൊടുത്ത് വന്നപ്പോ പറഞ്ഞത് കറക്റ്റ് വയറൊന്നും അറിഞ്ഞാൽ അധികം ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ ബിനീഷയുടെ. ഫൈനൽ ലുക്ക് ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. മുടിയൊന്നും മാറിയിട്ടില്ല. മുടിയൊക്കെ കിട്ടിയത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ചേട്ടൻ ജിമ്മിലോട്ട് നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അവിടുത്തെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കാണാം. അപ്പൊ ദേ ഇച്ചായി ഇതേ കാറായിട്ട് ഇറങ്ങി. പക്ഷെ നല്ല കാറ്റിട്ടാ, മഴ പെയ്യുന്നൊന്നും അറിയില്ല, നല്ല കാറ്റുണ്ട്. അപ്പൊ ദേ ഇച്ചായി ദേ എവിടെ ഉണ്ട് കേട്ടോ, ജിമ്മില് ജിമ്മില്. അപ്പൊ മേരിമതി ഇത് അതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, അതിന്റെ ഇടയിലാണ്. ഒന്ന് പിടിച്ചേ, ഞാൻ ഗേറ്റ് ഒക്കെ കിടക്കട്ടെ. ഫൈനൽ ലുക്ക് ഒന്നും ആയിട്ടില്ല, എന്നാലും ഇനിയുണ്ട്. മുല്ലപ്പൂ വെക്കാനുണ്ട്. കിട്ടിയപ്പോ സ്ലൈഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ കിട്ടുമെന്ന് അറിയില്ല, എല്ലായിടത്തും ഇന്ന് പറഞ്ഞ സെലിബ്രേഷനാണ്. ഗേറ്റ് എടുക്കാൻ വേണ്ടി പോണേട്ടോ. ഇനി അവിടെ അപ്പുറത്ത് നമ്മുടെ മേരിയമ്മ എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ മേരിയമ്മയുടെ വീട്, നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമ്മുടെ ട്രീസ ചേച്ചിയുടെ വീട്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് വന്ന വഴികൾ. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. ഇതിപ്പോൾ ക്ലാസ്സിൽ കൂടി കാണുന്നതുകൊണ്ടാണ്. ഇത് നമ്മളെ കണ്ട ഞാനും അമ്മച്ചിയും ബിനീഷയും ഒക്കെ കൂടി പള്ളിയിൽ പോയിട്ട് മേടിച്ചിട്ട് ഈ രൂപം നമ്മുടെ വണ്ടിയുടെ അകത്ത് വെക്കാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ രൂപം. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. ദേ ബിനീഷ് അതേ വന്നിട്ട് ഇനി ഞങ്ങൾ എന്തായാലും കൊച്ചിനെ വഴക്ക് പറയാനുണ്ട് കേട്ടോ. അതിൽ കൊച്ചാണ് ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് കൊടുക്കാറ് നല്ല ഭംഗിയായിട്ട്. കൊച്ചു പോയാറാണ് കൊച്ചിന് ഈ പറയണത്. പോകാം. ഫൈനൽ ലുക്കിൽ ബിനീഷ് വന്ന് മുല്ലപ്പൂവൊക്കെ വെച്ച്. അതെ, ഇത് നമ്മുടെ ജിമ്മ് വന്നൊക്കെ ഉണ്ടത്. ഇവിടെ തൊട്ടടുത്ത് പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ മാളയിലാണ് നമ്മുടെ ജിമ്മ്. ഇതിൻ്റെ പൊക്കത്താണ്ട ജിം പ്ലാന്റ്. നല്ല അടിപൊളി ജിമ്മാണ്, നല്ല ഹൈടെക് മെഷീനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉള്ള ജിമ്മാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ജിമ്മിൻ്റെ അകത്ത് പോട്ടെ. അപ്പം എന്തായാലും നേരെ ഇനി ജിമ്മിൻ്റെ അകത്തോട്ട് പോട്ടെ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതാ കാണുന്ന ആളെ കണ്ട, ഇതാണോ ഞങ്ങളുടെ ആശാനെന്നാണ് ആദ്യം ബിനീഷ് ചോദിച്ചത്. ഇതിനെ കണ്ടിട്ട് ഞങ്ങളുടെ ആശാനാടാ. എൻ്റെ ജിമ്മിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ നല്ല അടിപൊളി ഓരോ ഓണപ്പൂക്കളൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടത് ജിം പ്ലാനറ്റ് ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിനീഷ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. ഇവിടെ പാട്ടും സോങ്ങൊക്കെ ഉണ്ട്. അത് കാരണം നല്ല ബുദ്ധിമുട്ടാവും. അതെ, നോക്കിയിട്ട് റോളുണ്ട്. ഇതാണ് നമ്മുടെ ജിമ്മ്. നമ്മളൊന്ന് ഞാൻ പറയുന്ന ജിമ്മ് ഇതാണ്. നമുക്ക് മേലോട്ട് പോവാം. നമ്മുടെ ജിമ്മിനെ വെട്ടിക്കാൻ ഒരു ജിമ്മ് ഞാൻ മാനേജ്മെന്റിനെയാണ് നമുക്ക് ഏറ്റവും അഭിനന്ദിക്കേണ്ട കാര്യം. ആര് വന്നാലും അവരെ കണ്ടപ്പോഴേക്കാനും അതിന്റെ മാനേജ്മെന്റ് അതിന്റെ ശുചിത്വം
ജിമ്മിനെ കഴിഞ്ഞിട്ടും. ഞങ്ങളിത് പരിപാടിയൊക്കെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് പാട്ടാണ് പാടാൻ വേണ്ടി കൂടെ. അപ്പം അതിൻ്റെ പാട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാണാനില്ല, കേൾക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ പരിപാടികളിൽ നടക്കുന്നുണ്ട്. ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഗെയിമുകളായിരുന്നു. ഉറിയടി ഉണ്ടായിരുന്നു, കസേര കളി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് സീനുകളെ ഞാൻ മാത്രമേ എടുത്തുള്ളൂ. അതിനുശേഷം പിന്നെ അവസാനമാണ് വടംവലി ഉണ്ടായിരുന്നത്. വടംവലി എന്ന് പറയുന്നത് ഓണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ. ആദ്യം ഗേൾസുകൾ തമ്മിലും വടംവലി മത്സരം ഉണ്ടായി. അതിലൊരു ടീം ജയിച്ചു. അതിനുശേഷം പിന്നെ രണ്ടാമത് ബോയ്സിന്റെ സെക്ഷൻ ആയിരുന്നു. ബോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരട്ടോ. അപ്പൊ അവരുടെ സെക്ഷൻ ആയിരുന്നു. അവര് ചെയ്തപ്പോഴത്തേക്ക് അതിലൊരു ടീം ജയിച്ചു. അതിനിട്ട് ഫൈനൽ വന്നത് ഗേൾസും ബോയ്സും കൂടി ആയിരുന്നു. അത് പിന്നെ പറയണ്ടല്ലോ, ആര് കപ്പ് തൂക്കുമെന്ന് വെച്ചാൽ നമ്മൾ ബോയ്സിനെ പറയുള്ളൂ. പിന്നെ കുറച്ച് ശക്തി കൂടുതലും അവർക്കാണല്ലോ പൊതുവെ. എന്നാലും എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഗേൾസ് ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല മോനെ, കപ്പ് നമ്മുടെ ആമ്പിള്ളേര് കൊണ്ടുപോയി. ഇത് മാത്രമല്ല, വടംവലിയുടെ ഇടയിൽ കുറെ രസകരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു. പിന്നെ അവര് വീഴുമ്പോഴും നമുക്കൊരു പേടി തോന്നും. കാരണം അവിടെ മെഷീൻസുകൾ രണ്ട് സൈഡിലുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. ഇവര് എതിർ ടീമിനോട് തോക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ലാസ്റ്റ് പ്രോത്സാഹിച്ചു നിന്ന ആള് വരെ അതിലും വട്ടത്തിൽ കയറി വലിക്കുകയുണ്ടായിട്ട്. അതാണ് നിങ്ങൾ ഈ കണ്ട സീനട്ടാ. ചെറിയൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നത്, എന്തെങ്കിലും വീണാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പേടി കാര്യമാണ് ഉണ്ടായിരുന്നു. പക്ഷെ യാതൊരു കുഴപ്പമില്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബോയ്സ് ആണ് നമ്മളുടെ വടംവലിയിൽ ജയിച്ചതെന്ന്. അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ഫൈനൽ വടംവലിയാണ് കേട്ടോ. അതെ, ഫൈനൽ വടംവലിയാണ്. അപ്പൊ നോക്കിയിരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളുള്ള വാശി. എങ്ങനെയുണ്ടായി? അതിന് ആണുങ്ങൾ നല്ല കടുത്തപ്പായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പല്ല, ഫസ്റ്റ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോയി. എന്നിട്ട് അടുത്തത് ഞങ്ങൾ ഇരുന്നിട്ടാ. അപ്പം നമുക്കും കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പോകണം അല്ലേ ചായ? ഇത് കഴിഞ്ഞിട്ട് വേണം പോകണം. കോച്ചിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് കാര്യങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കണം. അടിപൊളി സദ്യ ഉണ്ട്. സദ്യ വരട്ടെ, കാണിച്ചു തരാം. സദ്യ വരട്ടെ. അങ്ങനെ നമ്മുടെ പായസവും വന്നിട്ടുണ്ട്. പിന്നെ അതേ ബിനീസ് നൈസായിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് പാലട. അതാണ് ബിനീഷ് പലയിടങ്ങളിലും പോയി, ഇവിടെ പഴം കിട്ടുന്നില്ല. തൃശ്ശൂരത്തോ പഴം കൊടുക്കാത്തതോ. ബിനീഷ് പപ്പടമൊക്കെ കൂട്ടി പഴം പായസം അതാണ് കൂടി കുഴച്ചിട്ട് അടിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അടുത്ത കൊല്ലം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു കൊല്ലം പഴം കൊണ്ട് വെച്ചേക്കണം. ഗായ്സ്, നല്ല മഴ പെയ്ത് തുടങ്ങി. ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ കിട്ടി. അതെ, നമ്മുടെ വണ്ടി ഇല്ല, ഇത് അവിടെയാണ് കിടക്കണത്. സ്പേസ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ചെയ്യാനായിട്ട് പോയത്. മഴയും പെയ്തു. അപ്പൊ പഴം കിട്ടാത്തതിന്റെ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഫുഡ് നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. പഴം കിട്ടാത്ത പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങിയത്. അപ്പൊ അവരൊക്കെ പഴം ഇല്ലേന്ന്. അപ്പൊ പഴം ഉണ്ടായിരുന്നില്ല. എന്തായാലും പഴം ഇനി അടുത്ത പോലെ നിങ്ങളിത് പരിഹരിക്കണം. അതായത് പരിഹരിക്കണം. മണ്ടം വലിക്കുമ്പോ പഴം വെക്കാറുണ്ട്. കൊല ജയിക്കുന്ന ആൾക്കാർക്ക് മത്സരം ഇവിടെ ജസ്റ്റ് ഒരു ഇതല്ലേ. അതല്ലടാ, അങ്ങനെയല്ല. അങ്ങനെ വെക്കുമ്പോ അത് പുറത്തുനിന്ന് ടീം വരുമ്പോഴാണ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ആ പഴയോടെ എടുക്കണമെന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ നല്ല മഴ എന്തായാലും ഇന്നത്തെ ചെറിയൊരു ഓണാഘോഷമായിരുന്നു ഇവിടുത്തെ. അടിപൊളിയായിരുന്നു ജിമ്മില. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ അടുത്ത കൊല്ലം എന്തായാലും അടുത്ത കൊല്ലം അല്ലേ എന്തായാലും ഫിനിഷ് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോണേ. കാല് ചെറിയ ഇഞ്ചുറി കൂടി മാറി കഴിഞ്ഞാൽ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. കാലിന് സ്ട്രെയിൻ ചെയ്യാതെ കൈക്കുള്ള പിടിച്ചാലാന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, കാലിലോട്ട് കൊടുക്കാതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അങ്ങനെ തീരുമാനിച്ചെന്നല്ല, ജോയിൻ ചെയ്യണം എന്തായാലും. എന്തായാലും അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. പക്ഷേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.